ഹലോ എവരിവൺ, എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ KSEBയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. KSEBയിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഹൈലൈറ്റ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഇറക്കുന്ന വീഡിയോയുടെ ഭാഗമായി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ വിങ്ങിൽ, അതും സെക്ഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പുതുതായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷനിലെ എയിമാർ അവരുടെ ഓഫീസിൽ കയറി ചെല്ലുമ്പം എന്തെല്ലാം വിഭാഗങ്ങളുണ്ടെന്നും ഈ വിഭാഗങ്ങളിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നതും ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ജനറൽ ഐഡിയ ആണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്ഷൻ ഓഫീസിൽ അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് സെക്ഷൻ ഹെഡ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ കീഴിൽ 3 വിങ് ആണുള്ളത്: ബ്രേക്ക് ഡൗൺ വിങ്, മെയിൻ്റനൻസ് വിങ്, റവന്യൂ വിങ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റവന്യൂ വിങ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു റവന്യൂ വിങ്ങിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സെക്ഷൻ ഓഫീസിൽ ഒരുപാട് കൺസ്യൂമേഴ്സ് അവരുടെ ഇലക്ട്രിസിറ്റി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പല പല സർവീസുകൾസ് അവൈൽ ചെയ്യാൻ വരും. ആ വരുന്ന സർവീസുകൾക്ക് ബില്ല് പ്രോസസ്സ് ചെയ്യാനും ബില്ല് കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റവന്യൂ വിങ് പ്രവർത്തിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള സർവീസുകൾസാണ് ഒരു കൺസ്യൂമറിന് ഒരു സെക്ഷൻ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സാധാരണഗതിയിൽ റവന്യൂ ഹെഡിൻ്റെ കീഴിലുള്ള, അതായത് സീനിയർ സൂപ്പറിൻ്റെ കീഴിലുള്ള ക്യാഷ് കൗണ്ടറിലാണ് ഒരു സെക്ഷൻ ഓഫീസിൽ വരുന്ന പല സർവീസുകളുടെ ബിൽ കളക്ഷൻസ് നടക്കുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെയിൻ്റനൻസ് വിങ് ആണ്. ഒരു സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ അവർക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ലൈൻസ് ആൻഡ് പവർ ഇൻസ്റ്റലേഷൻസ് ഉണ്ടാവും. പവർ ഇൻസ്റ്റലേഷൻ്റെ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഐറ്റമാണ് ട്രാൻസ്ഫോമേഴ്സ്. ഈ പറയുന്ന പവർ ലൈൻസിൻ്റെയും പവർ ഇൻസ്റ്റലേഷൻസിൻ്റെയും ഡെയിലി ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് ആസ് പെർ CA റെഗുലേഷൻസ് ഉറപ്പുവരുത്തേണ്ടതാണ് മെയിൻ്റനൻസ് വിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇത് കൂടാതെ ഒരു സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ 11 kV ലൈൻസ് ഒന്നിലധികം കാണും. നമ്മളതിന് ഫീഡേഴ്സ് എന്നാണ് സെക്ഷൻ ഓഫീസിൽ പറയുന്നത്. അതുപോലെ തന്നെ പവർ ഇൻസ്റ്റലേഷൻസ്, ഫോർ എക്സാമ്പിൾ ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ഒരു സെക്ഷൻ്റെ കീഴിൽ 50 എണ്ണം കാണാം, 100 എണ്ണം കാണാം, ചിലപ്പോൾ 600 എണ്ണം വരെ ഉള്ള സെക്ഷൻ ഓഫീസുകളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാമിൽ കൂടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്യുന്ന സിംഗിൾ ലൈൻ ഡയഗ്രാം എപ്പോഴും അപ്ഡേറ്റഡ് വേർഷൻ തന്നെയായിരിക്കണം എന്ന് നിർബന്ധവുമുണ്ട്. ഒരു മെയിൻ്റനൻസ് വിങ്ങിൽ എത്രയൊക്കെ സ്റ്റാഫുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ടിൽ കാണാവുന്നതാണ്. ഇനി എത്രയൊക്കെ നമ്മൾ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് നമ്മുടെ പവർ ലൈൻസിനും എക്യുപ്മെൻറ്റ്സിലും ചെയ്താലും ചില സാഹചര്യങ്ങളിൽ ഈ പറയുന്ന പവർ ലൈൻസ് അല്ലെങ്കിൽ പവർ എക്യുപ്മെൻറ്റ്സ് തന്നെ ഫെയിൽ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോഴാണ് ഒരു ബ്രേക്ക് ഡൗൺ വിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു ബ്രേക്ക് ഡൗൺ വിങ്ങിൽ എത്ര സ്റ്റാഫുകൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ഈ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഇനി ഈ ബ്രേക്ക് ഡൗൺസ് എല്ലാം റെക്ടിഫൈ ചെയ്യുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പറയുന്ന സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിൻ്റെ ഡ്യൂറേഷനുള്ളിൽ തന്നെയാണ് ഒരു ബ്രേക്ക് ഡൗൺ കംപ്ലയിൻസ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സെക്ഷൻ ഓഫീസിൽ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിലാണ് നമ്മുടെ കൺസ്യൂമേഴ്സ് കൂടുതലും വന്നു ചേരുന്നത്. അവരവരുടെ നിത്യമായിട്ടുള്ള പരാതികൾ പറയാനും അവരുടെ ക്വറീസ് റേസ് ചെയ്യാനും ഒക്കെയാണ് അവർ ആ ഓഫീസിൽ വരുന്നത്. ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 വിങ്ങിലും കണക്റ്റഡാണ്. പിന്നെ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന കംപ്ലയിൻസ് ഐദർ കൺസ്യൂമേഴ്സ് നേരിട്ടായിരിക്കും വരുന്നത്, അതല്ലെങ്കിൽ ഫോണിലൂടെയാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾ അവരുടെ പ്രമിസസിൽ സപ്ലൈ ഇല്ലാത്തതായിരിക്കും. അങ്ങനെയുള്ള പരാതികൾ ബ്രേക്ക് ഡൗൺ വിങ്ങായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ അവരുടെ കംപ്ലയിൻസ് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് സംബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ അവർ അവൈൽ ചെയ്യുന്ന സർവീസസിൽ എന്തെങ്കിലും ക്വറീസ് ആയിരിക്കും. അങ്ങനെ വരുമ്പം അത് റവന്യൂ വിങ് ആയിട്ടായിരിക്കും കണക്റ്റഡ് ആവുന്നത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ അവരുടെ കംപ്ലയിൻസ് എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ അവരുടെ വീടിൻ്റെ മുന്നിൽ ഏതെങ്കിലും പോസ്റ്റ് ചെരിഞ്ഞു നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ക്വറീസ് റേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ മെയിൻ്റനൻസിൽ ആ പോസ്റ്റ് നിവർത്തി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ 3 വിങ്ങിലും കണക്റ്റഡാണ് അവിടെ റേസ് ചെയ്യപ്പെടുന്ന ഓരോ കംപ്ലയിൻസ്. സെക്ഷൻ ഓഫീസിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് സ്റ്റോർ. സ്റ്റോറിലാണ് നമ്മുടെ മിക്കവാറും ഉള്ള സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാ വർക്കുകളും, അത് മെയിൻ്റനൻസ് ആണെങ്കിലും ബ്രേക്ക് ഡൗൺ വർക്കുകളാണെങ്കിലും അതിനാവശ്യമുള്ള ലൈൻ മെറ്റീരിയൽസ് നമ്മൾ സൂക്ഷിക്കുന്ന ഏരിയയാണ് സ്റ്റോർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെക്ഷൻ ഓഫീസിൽ ഓരോ സ്റ്റാഫിൻ്റെയും വർക്കിംഗ് അവേഴ്സാണ്.
നമ്മളൊരു എമർജൻസി സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് 24 അവേഴ്സ് ആണ്. ഒരു 7 ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ വി ആർ 24 അവേഴ്സ് ഓൺ ഡ്യൂട്ടി. ഇനി ഒരു ഓഫീസിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു കംപ്ലീറ്റ് ഡേനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡേ ടൈം, പീക്ക് ടൈം ആൻഡ് നൈറ്റ് ടൈം. ഡേ ടൈം രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. പിന്നെ പീക്ക് ടൈം 5 മണി തൊട്ട് രാത്രി 8 മണി വരെ. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ടൈം, അത് രാത്രി 8 മണി തൊട്ട് അടുത്ത ദിവസം രാവിലെ 8 മണി വരെയാണ്. ഡേ ടൈമിൽ ഫുൾ സ്ട്രെങ്ത്തിൽ നമ്മുടെ സ്റ്റാഫ് പ്രവർത്തിക്കുന്നതായിരിക്കും. തലേ ദിവസത്തെ നൈറ്റ് ടൈമിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ഡേ ടൈമിൽ ഉണ്ടാവില്ല. എന്നാൽ പീക്ക് ടൈമിലും നൈറ്റ് ടൈമിലും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റാഫ്സ് ആയിരിക്കും പ്രവർത്തിക്കുന്നത്. ഇനി ഒരു സെക്ഷൻ ഓഫീസിൽ വരുന്ന കംപ്ലയിൻസിനെ ബേസ് ചെയ്ത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് തീരുമാനിക്കാവുന്നതാണ് അവരുടെ ഓരോ ടൈമിലും എത്ര സ്റ്റാഫ് പ്രവർത്തിക്കണം എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നൈറ്റ് ടൈമിൽ നമ്മൾ കൂടുതൽ സ്റ്റാഫിനെ ഇടുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഫുൾ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫും വളരെ ലിമിറ്റഡ് ആയിപ്പോകും. പിന്നെ സെക്ഷൻ ഓഫീസിലെ എയിമാർ ഡേ ടൈം, പീക്ക് ടൈം, നൈറ്റ് ടൈമിലെ സ്റ്റാഫുകളുടെ എണ്ണം എല്ലാ മാസവും അവസാനം, അതായത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡ്യൂട്ടി ലിസ്റ്റ് ഇടുന്നതായിരിക്കും. ഈ ഡ്യൂട്ടി ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ആ സെക്ഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ ക്യാഷ് കൗണ്ടർ പ്രവർത്തിക്കുന്ന ടൈമാണ്. ക്യാഷ് കൗണ്ടർ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനിടയ്ക്ക് ലഞ്ച് ടൈമും ഉണ്ട്. 3 മണിക്ക് ശേഷം ഇവരുടെ ക്യാഷ് കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് അന്നത്തെ ദിവസം തന്നെ നമ്മൾ ബാങ്കിൽ ഏൽപ്പിക്കേണ്ടതായിട്ടും ഉണ്ട്. ഈ കാര്യമെല്ലാം നമ്മുടെ റവന്യൂ ഹെഡ്, അതായത് സീനിയർ സൂപ്രണ്ടൻ്റ് ആയിരിക്കും മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു സെക്ഷൻ ഓഫീസിൽ ചെല്ലുമ്പം അവിടെ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിങ്സ് ഏതാണെന്നും അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫിൻ്റെ എണ്ണവും എങ്ങനെയാണ് ഈ വിങ്സ് എല്ലാം പ്രവർത്തിക്കുന്നതിനെ പറ്റി ഒരു ജനറൽ ഐഡിയ തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.